ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ. ലവ് യു ഓൾ. ശരിക്കും ഇത് മറ്റൊരു വേദി പോലെ അല്ല, ഇത് ശരിക്കും എൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും ഹോസ്റ്റാണ്, ഗസ്റ്റ് ഇവർ മാത്രമാണ്. ഓക്കെ, അപ്പം നമുക്ക് സർ, ദിസ് ഈസ് മൈ പ്ലേസ്. വെൽക്കം ടു മൈ ട്രിവാൻഡ്രം സർ. എല്ലാവർക്കും അതെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് സ്വാഗതം ചെയ്യണ്ടേ? വെൽക്കം ടു. താങ്ക് യു, താങ്ക് യു. എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ഒരു അന്യഭാഷ സിനിമയിൽ ചെയ്തു എന്നതിലപ്പുറം എനിക്ക് ഈ സിനിമയോട് വൈകാരികമായിട്ടുള്ള അടുപ്പമുണ്ട്. അതാണ് ഈ വീരാധീര ശൂരൻ എന്ന സിനിമ എനിക്ക് തന്നത്. അത്രത്തോളം ഒരു വാം വെൽക്കമിങ് ആയിരുന്നു എനിക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭിച്ചത്. ഒരുപാട് സന്തോഷം. അതിനെല്ലാത്തിനും കാരണക്കാർ ഇവർ ഓരോരുത്തരുമാണ്. താങ്ക് യു ഡയറക്ടർ, താങ്ക് യു വിക്രം സാർ, താങ്ക് യു എസ് ജെ സാർ, താങ്ക് യു തുഷാര മാം, എല്ലാവരോടും. അതിൽ എൻ്റെ ടീമിനോട് ഞാൻ നന്ദി പറയുകയാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ HR പിക്ചേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു. ഇല്ല ഇനി വേറൊന്നും പറയാനില്ല. ഇന്ന് അവരാണ് ഗസ്റ്റ്, അപ്പോൾ അവർ സംസാരിക്കട്ടെ. ഒരുപാട് സന്തോഷം സാർ. ഇനി நீங்களே பேசுங்க சார். இது நம்ம இடம், என்னை பற்றி ஏதாவது கொஞ்சம் நல்லா பேசுங்க. உங்களெல்லாம் போயதுக்கு அப்புறம் எனக்கு இங்கே தான் இருக்கணும். വെറുതെ കുശലാന്വേഷണം പറഞ്ഞാണ്, അത് വിട്ടേക്ക്. ഓക്കെ, താങ്ക് യു. അശ്വനി ചേട്ടൻ അങ്ങനെ പെട്ടെന്ന് പോരുത്. ഞങ്ങൾക്ക് നമ്മുടെ തിരുവനന്തപുരത്തിനും സ്വന്തം പുത്രനായ സുരാജ് ചേട്ടൻ ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് റിസർച്ചൊക്കെ കണ്ടെത്തി നടത്തിയ എൻ്റെ ഒരു റിസർച്ചിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരം ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണാണല്ലേ. അതുപോലെ തിരുവനന്തപുരത്തിന്റെ മകനായ സുരാജ് ചേട്ടൻ ശരിക്കും പറഞ്ഞൊരു ചരിത്രമാണ് അല്ലേ? സുരാജ് ചേട്ടൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സുരാജ് ചേട്ടൻ ഈ മറ്റേ നമ്മുടെ കുമ്പിടിയുടെ ഒരു തിയറി ഉണ്ടല്ലോ, അതായത് ഡബിളാണ്, മൊത്തത്തിലെല്ലാം ഡബിളാണ്. സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്യുന്നു, ഒരാഴ്ചക്കുള്ളിൽ തന്നെ നാഷണൽ അവാർഡ് വിൻ ചെയ്യുന്നു. അതും കൊമേഡിയനുള്ള അവാർഡ് സുരാജ് ചേട്ടനാണ് ഏറ്റവും അവസാനമായിട്ട് കിട്ടുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സുരാജ് ചേട്ടൻ ശരിക്കും ഒരു ചരിത്രം തന്നെയാണ്. അത് കൂടാണ്ട് ഇപ്പോ ഒരു ചരിത്ര നിമിഷം എന്ന് പറയാനുള്ളത്, 2 ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ ഒരേ സമയം നടക്കുന്ന 2 ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ സുരാജ് ചേട്ടൻ അഭിനയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സുരാജിന് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. മാർച്ച് 27-ാം തീയതി പറഞ്ഞ പോലെ 2 സിനിമകൾ, ആ 2 സിനിമകളിൽ അഭിനയിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടി. ഭാഗ്യമാണ്, ദൈവത്തിന് നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. മാർച്ച് 27-ാം തീയതി സിനിമകൾ റിലീസാകുമ്പോൾ എമ്പുരാൻ സൂപ്പർ ഹിറ്റ്, വീരാധീര ശൂരൻ സൂപ്പർ ഹിറ്റ്, വിക്രം സാറിനെ സംബന്ധിച്ചിടത്തോളം 1 ഹിറ്റ്, ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം 1 ഹിറ്റ്, എന്നെ സംബന്ധിച്ചിടത്തോളം 2 ഹിറ്റ്. താങ്ക് യു. പിന്നെ ഈ സിനിമയെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇവരെല്ലാവരും സംസാരിക്കുക. അതിനു മുമ്പ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിലേക്ക് കാണാൻ വരുമ്പോൾ നമ്മളെ ഒരു പരസ്യമൊക്കെ കേൾക്കില്ലേ? ശ്വാസകോശം സ്പോർച്ച് പോലെയാണ്. ശരാശരി ഒരു പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ ഏകദേശം ഇത്രത്തോളം കറകൾ അടിഞ്ഞുകൂടാ. ആ പരസ്യം ഈ സിനിമയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മുമ്പേ നിങ്ങൾ തിയേറ്ററിൽ വരണം വീരാധീര ശൂര കാണാൻ. കാരണമെന്ന് പറഞ്ഞാൽ സാധാരണ സിനിമ പോലല്ല, ഫസ്റ്റ് ഷോട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ടാവും. അതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരത്തെ വരൂ. താങ്ക് യു. ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട്. താങ്ക് യു. സുരാജ് ചേട്ടാ.